മുരളിക്ക് നോക്കാറില്ല, മുരളി പോകുന്നത് നോക്കാറില്ല. മെറ്റിലും വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടിരുന്ന അദ്ദേഹത്തിന് അടക്കിയ അതിന്റെ മുകളിലാണ്. ഇതാണ് ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് മുരളി ജയൻ എന്ന് അവകാശപ്പെടുന്ന മുരളീധരൻ ചേട്ടന്റെ അമ്മയും സഹോദരനുമാണ്. അപ്പം അമ്മയുടെ ആ ഒരു അവസ്ഥ നമുക്ക് ആ വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അമ്മ മരിക്കുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. കിടക്കയിൽ തന്നെ ഒന്നും രണ്ടും സാധിക്കുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പോലും ഈ അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത മകനാണ് മുരളീധരൻ. കാര്യം പറയാനായിട്ട് ഈ മുരളീധരൻ എന്ന് പറയുന്ന ആളോട് ഒരുപാട് പേർക്ക് സഹതാപവും സിമ്പതിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അയ്യോ പാവം ജയന്റെ മകനാണല്ലോ, തൻ്റെ അച്ഛൻ്റെ ആ ഒരു പിതൃത്വം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ ഇത്രയധികം കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണ നമുക്കിടയിലുണ്ട്. ജയൻ എന്ന് പറയുന്ന മഹാനടൻ മരിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ ആളെ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ചാനലുകളെല്ലാം നടന്ന് ഇന്റർവ്യൂ എടുത്തും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ജയൻ എന്ന മഹാനടന്റെ മകനാണ് എന്നുള്ള ആ ഒരു അംഗീകാരത്തിന് വേണ്ടി. അപ്പൊ അച്ഛൻ മകൻ എന്ന ബന്ധത്തോടൊക്കെ അത്രയും പവിത്രത കാണുന്നു, അത്രയും വില കൊടുക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥയിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല? എങ്ങനെയും ആയിക്കോട്ടെ, ഒരു സ്ത്രീ മകനെയോ മകളെയോ പ്രസവിച്ച് വളരെ കഷ്ടപ്പാടോടുകൂടി അച്ഛൻ എന്ന് പറയുന്ന ആള് ഇല്ല, നോക്കാനോ കാണാനോ ഒരു സഹായത്തിനോ സംരക്ഷിക്കാനോ ആരുമില്ലാത്ത അവസ്ഥയിൽ വീട്ടുജോലി ചെയ്തും ഒക്കെ അവർ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ സ്വന്തം പെറ്റമ്മയോടില്ലാത്ത സഹതാപവും സ്നേഹവും മരിച്ചു പോയ ആ മഹാനടന്റെ ആ ഒരു പേരിന് വേണ്ടി ഈ മുരളീധരൻ എന്ന് പറയുന്ന ആള് ഇത്രയധികം കഷ്ടപ്പെടുന്നു, ഇത്രയധികം സമയങ്ങൾ അതിനുവേണ്ടി നീക്കിവെക്കുന്നു. നമുക്കൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഒരു സഹതാപം, സങ്കടം, നിഷ്കളങ്ക അങ്ങനെയൊക്കെ തോന്നിപ്പോകും. പക്ഷെ ഈ ഒരു വീഡിയോ നമുക്ക് തെളിയിച്ചു തരുന്നത് ബന്ധങ്ങളുടെ പവിത്രതയ്ക്ക് വേണ്ടിയോ അല്ലെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളോ സ്നേഹമോ കരുതലോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഈ മുരളീധരൻ. കാരണം ആ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, പിന്നെ വീഡിയോ എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം അവൻ വരും, വന്നിട്ട് ഓട്ടോ പിടിച്ച് അമ്മേനെ കൊണ്ടുപോകും, വീഡിയോ എടുക്കും, ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടാക്കും. ഇതാണ് അമ്മയോടുള്ള തൻ്റെ സ്നേഹം. മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ അമ്മയോടുള്ള ആ ഒരു ഉത്തരവാദിത്വവും കർമ്മയൊക്കെ ഇത് മാത്രമാണ്. അല്ല, ഈ മുരളീധരൻ എന്ന് പറയുന്ന ആള് അച്ഛനില്ലാതെ വളർന്ന ഒരാളാണ്, സ്നേഹബന്ധങ്ങളുടെ വില അറിയുന്ന ഒരാളാണ് എങ്കിൽ സ്വന്തം കുടുംബത്തെ നമ്മൾ അതുപോലെ നോക്കും. നമുക്കൊരു ഭാര്യയുണ്ട്, മകനുണ്ട്, അപ്പം നമ്മൾ അതുപോലെ നോക്കും. പക്ഷേ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലും ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു? നല്ലൊരു മനുഷ്യനാണ്, കുടുംബം നോക്കുന്ന നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതിയുടെ ആവശ്യമില്ലല്ലോ. കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് ഇദ്ദേഹത്തിന്റെ വൈഫ് സബ് ജയിലിന്റെ പിന്നിൽ നെല്ലിക്ക വിറ്റ് ഉപജീവന മാർഗം നോക്കുന്ന ഒരാളായിരുന്നു. കുടുംബം നോക്കുന്നത് ആ ഒരു നെല്ലിക്ക വിറ്റിട്ടാണ് അവരവരുടെ കുടുംബം നോക്കുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ ജയന്റെ മകനാണ്, ആ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ ചാനലുകളിലും കയറി ഇന്റർവ്യൂ കൊടുത്തും യൂട്യൂബ് ചാനലിലൊക്കെ പോയി ഇന്റർവ്യൂ കൊടുത്തും പിന്നെ എൻ്റെ അച്ഛൻ അടക്കിയ സ്ഥലം ഇതാണ്, അവിടെ മിറ്റിൽ വാരിയിട്ടിരിക്കുന്നു, എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ്, അങ്ങനെയൊക്കെ വീഡിയോസ് എടുത്ത് നടക്കലാണ്. ചെറുപ്പകാലത്ത് താൻ ഏത് രീതിയിലാണോ അനുഭവിച്ചത് ആ ഒരു രീതി തൻ്റെ കുടുംബത്തിന് വരാതിരിക്കാനാണല്ലേ കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളവരും മനസാക്ഷിയുള്ളവരും ചിന്തിക്കുക. പക്ഷെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇദ്ദേഹം തിരിഞ്ഞു നോക്കുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. കാരണം സ്റ്റേഷനിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ 2 പരാതികളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ജയന്റെ മകനാണെന്നും പറഞ്ഞ് മധുസാറിനെ പോയി കാണുന്നു, സീമ ചേച്ചിനെ വിളിക്കുന്നു, സീമ ചേച്ചി സംസാരിക്കാതെ താൻ ഫോൺ വെക്കുമെന്നും പറഞ്ഞ് അപ്പൊ തന്നെ അവർക്കെതിരെ വീഡിയോ ഇട്ട്. എനിക്ക് ഇഷ്ടമേ അല്ല സീമ എന്ന് പറയുന്ന നടിയെ, കാരണം ഞാൻ വിളിച്ചപ്പോൾ അവർ സംസാരിച്ചില്ല. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രകൃതം എങ്ങനെയാണെന്നൊക്കെ. ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, സോമൻ നായരുടെ കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന്. അപ്പൊ ഈ പറയുന്ന മുരളീധരൻ ചേട്ടനെ നന്നായിട്ട് അറിയാം തൻ്റെ അച്ഛൻ ഈ പറയുന്ന ജയൻ അല്ല, ഈ ജയൻ എന്ന് പറയുന്ന മഹാനടന്റെ അനുജനായ സോമൻ നായരാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. അത് മാത്രമല്ല അവരുടെ കുടുംബക്കാർക്കും അറിയാം, ഈ പറയുന്ന സോമൻ നായരുടെ കുടുംബക്കാർക്കും അറിയാം. പിന്നെ ഒത്തിരി പേര് കമന്റ്സ് ഇടുന്നത് കണ്ട് അമ്മ ചൂണ്ടിക്കാണിക്കുന്നതാണ് അച്ഛനെന്ന്. അതെങ്ങനെ ശരിയാകും? എനിക്കത് മനസ്സിലാകുന്നില്ല. അമ്മ ആര് ചൂണ്ടിക്കാണിച്ചാലും അത് അച്ഛനാകുമോ? കാരണം നമ്മുടെ കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ്. ഇദ്ദേഹം ഒരുപാട് നിർബന്ധിച്ച് അമ്മയെ കൊണ്ട് പറയിപ്പിച്ച ഒരു കാര്യമാണ്. കോടതിയിൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ തെളിവുകൾ വേണം. DNA ടെസ്റ്റ് ഒക്കെ നടത്തി തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ നമുക്കത് സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മധുസാർ തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഒരുപാട് പേര് മകനാണെന്നും പറഞ്ഞു വരുന്നുണ്ട്, പൈസ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സീമ ചേച്ചി പറയുന്നുണ്ട്, ഇയാളെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് സീമ ചേച്ചി പറയുന്നു, എനിക്കിതൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്കറിയാം ജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്കറിയാം. കൂടെ അഭിനയിച്ചവരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്.
വളരെ കഷ്ടമാണ് ഈ ഒരു കാര്യം. മരിച്ചു മൺമറഞ്ഞു പോയ ഒരു മഹാനടൻ, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വീണ്ടും 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 വലിച്ചടിച്ച് ഇങ്ങനെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പറയുന്ന സോമൻ നായർ ജീവിച്ചിരിപ്പില്ല, ജയൻ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പില്ല, ഇദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. ഇനി ഇദ്ദേഹത്തിന് മുന്നിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കോടതിയെ സമീപിക്കുക, DNA ടെസ്റ്റ് നടത്തുക, സോമൻ നായരുടെ മകനാണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള തെളിവ് കിട്ടും. അപ്പോൾ അച്ഛൻ ആരാണെന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടും. സോമൻ നായരുടെ മകനാണെന്നുള്ള ഒരു അംഗീകാരവും താങ്കൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ വെറുതെ ഈ മനുഷ്യൻ ചീത്തയാക്കുന്നത് ജയൻ എന്ന് പറയുന്ന മഹാനടന്റെ ആ ഒരു പേരും, അത് മാത്രമല്ല ഇദ്ദേഹത്തെ പ്രസവിച്ച ആ അമ്മയെ കൂടിയാണ്. അവരെയാണ് ഇപ്പൊ എപ്പോഴും വലിച്ചു കീറി ഇങ്ങനെ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മകന്റെ ഒരു ഉത്തരവാദിത്വവും ചെയ്തു കൊടുക്കാത്ത ഒരു മകന് ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ പേര് കാത്തു സൂക്ഷിക്കണം, അല്ലെ ആ അമ്മയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഈ മുരളീധരൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ കമന്റ്സ് ഇടുന്നവരോട് വളരെ കൃത്യമായിട്ട് തെളിവുകൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനിടയിൽ ഒരുപാട് ബാഡ് കമന്റ്സ് ആണ് വന്നത്. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ച് ഈ പറയുന്ന സോമൻ നായരുടെ കുടുംബത്തോടൊക്കെ സംസാരിച്ച് വളരെ ക്ലിയർ ആയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ കണ്ടതിന് ശേഷമാണ്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ സത്യം പറയുന്നതിന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ ബാഡ് കമന്റ് എത്ര വേണേലും ഇട്ടോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി എത്ര ബാഡ് കമന്റ് നിങ്ങൾ ഇട്ടാലും സത്യം ഞാൻ എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും.